ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രികളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സാധാരണ 27-ാം രാവ് ലൈലത്തുൽ ഖദർ ആണെന്നുള്ള ധാരണയിൽ അന്ന് പ്രത്യേകം ഇബാദത്തുകളും ദിക്റും പള്ളി നിറഞ്ഞും ഖിയാമുൽ ലൈലുമൊക്കെ ഉണ്ടാവുകയും പിന്നീടുള്ള 2-3 ദിവസങ്ങൾ അത് അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമുദായത്തിൽ കൂടുതൽ കാണാം. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഡേറ്റ് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള ഡേറ്റുകളെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ വിശദീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് വിവരം നൽകുവാൻ പുറത്തു വന്നു, വീട്ടിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ 2 സ്വഹാബിമാർ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദർ പറഞ്ഞു തരാൻ വന്നതായിരുന്നു, എന്നാൽ ഈ ആൾക്കാർ തമ്മിൽ വഴക്കിട്ടു. അതിനാൽ ആ വിവരം ഉയർത്തപ്പെട്ടു, എൻ്റെ ഓർമ്മയിൽ നിന്നും ഉയർത്തപ്പെട്ടു. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്ന് കരുതാം. അതിനാൽ 25, 27, 29 രാവുകളിൽ അതിനെ നിങ്ങൾ തിരയുക. ഇതാണ് ഹദീസ്. സഹീഹ് മുസ്ലിമിലും സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറയുന്നത് നമുക്ക് കാണാം. അതായത്, ഇന്നി ഖർജതു ലിയുഖ്ബിറകും ബി ലൈലത്തുൽ ഖദർ വ ഇന്നഹു തലാഹ ഫുലാനും വ ഫുലാൻ ഫറുഫിഅത് ഫഅസാ അൻ യകൂന ഖൈറൻ ലക്കും ഫൽതമിസുഹാ ഫിസ്സബഇ വത്തിസ്ഇ വൽ ഖംസ്. ഈ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനിയുള്ള ദിവസങ്ങളിൽ 29-ാമത്തെ ദിവസവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് ഈ ഹദീസിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും ഇതുമായി ബന്ധപ്പെട്ട ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട വേറെയും ഹദീസുകളുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഹറു ലൈലത്തുൽ ഖദർ ഫിൽ അശ്റുൽ അവാഖിർ മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10കളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. മറ്റൊരു ഹദീസിൽ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റുൽ അവാഖിർ വൽതമിസുഹാ ഫി കുല്ലി വിത്ർ. അവസാന 10കൾ നിങ്ങൾ അതിനെ തിരയുക, പ്രതീക്ഷിക്കുക. പ്രത്യേകിച്ച് ഫി കുല്ലി വിത്ർ, എല്ലാ ഒറ്റയുറ്റ ദിനങ്ങളിലും നിങ്ങൾ അതിനെ തേടുക, അന്വേഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഈമാനോടും പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവന് അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്, അവസാനത്തെ 10കളിൽ, അതിൽ ഒറ്റയുറ്റ രാവുകളിൽ, അതിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ 25, 27, 29കളിലും പ്രതീക്ഷിക്കാമെന്നാണ്. മറ്റു ചില ഹദീസുകളിലും 21 റിപ്പോർട്ടുകൾ കാണാം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ 40ഓളം അഭിപ്രായങ്ങൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട 40ഓളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലെല്ലാം കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, ലൈലത്തുൽ ഖദർ എല്ലാ വർഷവും മാറി മാറി വരാൻ സാധ്യതയുണ്ട് എന്നാണ്. അതായത് എല്ലാ വർഷവും ഒരു ദിവസം മാത്രമല്ല, ദിനങ്ങൾ തന്നെ മാറി മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വ്യത്യസ്ത ഡേറ്റുകളെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു തന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണ് എന്ന് പറയാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടഞ്ഞത് 2 സഹാബികൾ തമ്മിൽ പള്ളിയിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു
അബി ദർദ എന്ന് പറയുന്ന ഹദ്റദ് എന്ന് പറയുന്ന സഹാബിയും തമ്മിലുള്ള കടത്തെക്കുറിച്ചിട്ടുള്ള തർക്കമാണ് ഈ ഒരു ലൈലത്തുൽ ഖദറിൻ്റെ ഡേറ്റ് വ്യക്തമാക്കാതിരിക്കാൻ കാരണമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അതായത് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന സഹാബി കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. ഇദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും അദ്ദേഹം ഒരു യുദ്ധ സാഹചര്യത്തിലായതുകൊണ്ട് മുഴുവൻ ക്യാഷ് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഈ ബഹളം ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, പകുതിയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. പകുതി കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഹദീസുകളിൽ വേറെയും കാണാം. പക്ഷേ അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളോട് പറയാൻ വന്ന ഡേറ്റ് അള്ളാഹു എന്നിൽ നിന്ന് ഫറുഫിഅത്ത്, അള്ളാഹു ഉയർത്തിക്കളഞ്ഞു എന്നാണ്. അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മറപ്പിച്ചു കളഞ്ഞു എന്നാണ്, മറവി സംഭവിച്ചു എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഖൈറാവാം, ഇത് നിങ്ങൾക്ക് ഖൈറാവാം എന്നതിൽ ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നത്, അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്നതിനേക്കാളും അപ്പുറം ഒരുപാട് അവസാന 10 ദിവസവും രാത്രി ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യവും അതിൽ നിന്ന് പുണ്യം നേടാനുള്ള ഒരവസ്ഥയും അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസാനത്തെ 10കളിൽ നമ്മുടെയൊക്കെയും പ്രതീക്ഷകൾ ഇനിയും വെക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്നുമാവാം, നാളെയും മറ്റന്നാളും ആവാം. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതുപോലെ ഖുർആൻ അവതരിച്ച രാത്രിയാണ്, ഖുർആൻ അവതരിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇൽമ്, ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ റസൂലായി മാറിയ നിമിഷമാണ്. അതുമാത്രമല്ല ഇഖ്റ എന്ന് പറയുന്ന വാക്ക് അവതരിച്ച ദിവസമാണ്. അജ്ഞത, വായന, പഠനമൊന്നുമില്ലാത്തൊരു സമൂഹത്തിൽ വായിക്കാൻ പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങിയ ദിവസമാണ്, രാത്രിയാണ്. അപ്പോൾ ഇങ്ങനെ ലൈലത്തുൽ ഖദറിന് ഒരുപാട് പോരിഷകളുണ്ടല്ലോ. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. 83 വർഷവും 4-5 മാസവുമാണ് ഈ 1000 വർഷമെന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ആയുർദൈർഘ്യത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം ചെയ്ത ഇബാദത്തിനേക്കാൾ ഒരൊറ്റ രാത്രിക്ക് പ്രാമുഖ്യമുണ്ട് എന്നതാണ് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. മലക്കുകളുടെയും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെയും സാന്നിധ്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മത്തറൽ ഫജ്ർ, നമ്മൾ ഈ സമാധാനം സുബഹി വരെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുന്നു. ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ ലൈലത്താണ്. അതായത് നമ്മളുടെ ഇനിയുള്ള വർഷത്തിലെ നമ്മളുടെ തലവര നിർണയിക്കുന്നതാണ് എന്നതൊരു വിശദീകരണമുണ്ട്. മറ്റൊന്ന് നമ്മുടെ മൂല്യത്തിൻ്റെ വാല്യൂ, ഒരു ഓണർ എന്നുള്ളൊരർത്ഥവും ഖദറിനുണ്ട്. അതും കൂടി നിർണയിക്കുന്ന മറ്റൊരു രാത്രിയാണ്. ഖദറിന് വേറൊരർത്ഥമുണ്ട്, ഇടുക്കം എന്നൊരു അർത്ഥമുണ്ട്. മലക്കുകളും ജിബീലും ഇറങ്ങി വരുന്നത് കൊണ്ട് ഭൂമി ഇടുക്കമുള്ളതായി മാറാം. അപ്പോൾ അതിൻ്റെയും കൂടി രാത്രിയാണ് എന്ന രീതിയിൽ പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദർ വിശദീകരിക്കുന്നുണ്ട്. എന്ന് തന്നെയാണെങ്കിലും മലക്കുകളുടെയും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെയും സാന്നിധ്യം, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി, അതുപോലെ തന്നെ നമ്മളുടെ മൂല്യം വർദ്ധിക്കുന്ന രാത്രി, ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലൈലത്തുൽ ഖദർ ഇനിയുമുള്ള ദിവസങ്ങളും കൂടി നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണ് ആയത്തുകളുടെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമുൽ ലൈലും പ്രാർത്ഥനകളും ദിക്റുകളും ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. ഈ അള്ളാഹു നമുക്ക് പ്രത്യേകം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ അതുപോലെ സ്വീകരിക്കാൻ നമുക്കാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ഇനി ലൈലത്തുൽ ഖദർ അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ലഭിക്കാൻ കഴിയുന്ന വിശ്വാസികളാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.